ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യവസായത്തിലൂടെ കേരളം എന്ന പേര് എത്തിച്ചിരിക്കുന്ന രണ്ടുപേരാണ്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വ്യവസായത്തെ പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ചു വേറൊന്നും അറിയില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? സാധാരണ ജനങ്ങൾക്കും കസ്റ്റമേഴ്സിനും ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ടേ? അതാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ, അത് പറയണ കേൾക്ക. അതല്ല ഉദ്ദേശം, സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതാ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. താങ്കൾ ഇടപെടുന്ന ആളുകൾ, ശ്രീ പിണറായി വിജയൻ, ശ്രീ യോഗി ആദിത്യനാഥ്, ശ്രീ നരേന്ദ്രമോദി, ഇവരുടെയൊക്കെ പരബ്രഹ്മം വ്യത്യസ്തമാണ്. അതിനൊന്നും ഇല്ലേ? കച്ചവടക്കാരൻ അവൻ എത്രയോ കോടീശ്വരനോ ബില്യണറോ ആയിക്കോട്ടെ, ആൾ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നിന്നാൽ പ്രോട്ടോകോൾ വൈസ് പഞ്ചായത്ത് മെമ്പറാണ് വലുത്. അതാണ് ഡെമോക്രസി. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നല്ല ബന്ധമുണ്ടല്ലോ മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യുപിയുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറു ചോദിക്കട്ടെ. എന്താ ഉറക്കം വരുന്നു? പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അവകാശമില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.